നോമ്പ് കാലത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് പലരും. ശരിക്കും പറഞ്ഞാൽ നോമ്പ് കാലത്ത് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അത് വളരെ ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി അനുസരിച്ച് നമ്മൾ ആസൂത്രണം ചെയ്തില്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. നോമ്പ് കാലത്ത് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതെന്ന് പറയാൻ കാരണം നമ്മൾ ഫാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോഴും ഗ്രോത്ത് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ രണ്ടും കൂടി ചേർന്ന ഒരു ബെനിഫിറ്റാണ് നോമ്പ് കാലത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കലും സാധാരണ നമ്മളെല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത് പുലർച്ചെയായിരിക്കും അല്ലേ? പക്ഷേ നോമ്പ് കാലത്ത് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും നല്ലത് നമ്മൾ ഇഫ്താറിന് സമയത്ത്, അതായത് നോമ്പ് തുറക്കുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന 1 മണിക്കൂർ അരമണിക്കൂർ മുന്നേ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഫാറ്റ് കുറയാൻ വളരെ ഗുണം ചെയ്യും. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഊർജം ഏകദേശം തീർന്നിട്ടുണ്ടാവും, രക്തത്തിലുള്ള ഊർജ്ജം ഏകദേശം തീർന്നിട്ടുണ്ടാവും, ഗ്ലൂക്കോസ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാനാവശ്യമായ എനർജി ആവശ്യം വരും. ഈ എനർജി നമുക്ക് സ്റ്റോർ ചെയ്ത ഫാറ്റിൽ നിന്ന് ശരീരം എടുക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഫാറ്റിൻ്റെ അളവ് കുറക്കാൻ ഫാസ്റ്റിംഗ് സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നന്നായിട്ട് നിങ്ങളൊരു ബോഡി ബിൽഡറാണ്, കാര്യമായിട്ട് വളരെ സീരിയസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന, വെയിറ്റ് ട്രെയിൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഏറ്റവും നല്ലത് ഇഫ്താറിന് ശേഷം, അതും ഒരു 90 മിനിറ്റ്സിന് ശേഷം വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത്. താങ്ക് യു.